ഹായ്, നമസ്തേ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തെ നമ്മുടെ ഹെയർ രണ്ടുപേരുടേതാണ്. രണ്ടുപേർക്കും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ കേൾസ് ഉള്ള ഹെയറാണ്. അപ്പോൾ അത് ഒരുപാട് ലെങ്ത് കുറയ്ക്കാതെ ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ നല്ല ലെങ്ത് ഉള്ള ഹെയറാണ്. അത് ലെങ്ത് കളയാതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഷീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൻ്റെ ബ്രാഞ്ച് കൊല്ലം കൊട്ടിയം ഓപ്പൺ ചെയ്യുന്നുണ്ട്. അത് എന്നാണ് ഓപ്പണിംഗ് എന്ന് അറിയിക്കാം. എന്നാൽ നമുക്ക് രണ്ടുപേരുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. നല്ല കേൾസുള്ള ഹെയറാണ്. അപ്പോൾ ഈ കേൾസുള്ള ഇത് ഒത്തിരി ഫ്രിസി ആയിട്ട് കിടക്കുന്നതൊന്നും മാറ്റി കൊടുത്താൽ മാത്രമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ അപ്പോൾ ആ രീതിയിൽ തന്നെ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. അഴിച്ചിട്ടുകൊണ്ട് അടക്കുകയും ചെയ്യാം, കെട്ടിയും വെക്കാം. അതുപോലെ ഇതിൻ്റെ സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ നല്ല കേൾസുള്ള ഹെയറാണ്. അപ്പോൾ നമ്മൾ ഈ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്ത് കഴിയുമ്പോൾ ആ കേൾസിൻ്റെ നേരെ പകുതി കുറഞ്ഞേ ഇറങ്ങത്തുള്ളൂ. എന്നിട്ടൊരു 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ റൂട്ട് ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കേൾസ് ഇല്ലാത്ത ഹെയറുകളാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർക്ക് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ചെറിയ വേവി ആയിട്ടുള്ള ഹെയർ ആയിരിക്കും പിന്നെ അവർക്ക് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഹെയർ ആയിട്ട് കിട്ടി. ഇത് നല്ല തിക്നെസ്സും ഉണ്ട്. അതുപോലെ ക്രൗൺ ഏരിയ ഏറ്റവും ഭംഗി. ഇത് അഴിച്ചിട്ടുകൊണ്ട് അടയ്ക്കുകയും ചെയ്യാൻ, കെട്ടിയും വെക്കാം. ആ രീതിയിലാണ്. ഇനി എല്ലാ മാസവും ഒരു പ്രോട്ടീൻ ചെയ്യുന്നത് നല്ലതാണ്. പ്രോട്ടീൻ ചെയ്യാൻ പറ്റാത്തവർക്ക് ഞാൻ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഹെയർ. കേൾസുള്ള ഹെയറാണ്. അപ്പോൾ ഇത് ഒരുപാട് ലെങ്ത് കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ലെയറും ഒന്നും കട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞപ്പോൾ ലെയറൊക്കെ കട്ട് ചെയ്യാതെ തന്നെ നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫേസിന് ചേരുന്ന രീതിയിൽ നമ്മൾ ക്രൗൺ പോർഷൻ മാത്രം കുറച്ച് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ലെങ്ത് കുറയ്ക്കേണ്ട, അതുപോലെ തിക്നെസ്സും കുറയത്, നല്ല വോളിയം കൂടുതൽ തോന്നിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹെയറിനോട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വരാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ വെച്ചുള്ള ടിപ്സും പറഞ്ഞു കൊടുക്കും, എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. അതുപോലെ ലെങ്ത് കുറഞ്ഞിട്ടില്ല, നല്ല തിക്നെസ്സും ഉണ്ടായിരുന്നു ഹെയറിന്. എൻ്റെ ബാക്ക് സൈഡ് നല്ല ബ്ലാക്ക് ടോപ്പ് ആയതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല. എന്നാലും നല്ല വോളിയം തോന്നുന്നുണ്ടായിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. ഇതിനി 6 മാസം ആകുമ്പോൾ റൂട്ട് ടച്ച് ചെയ്യണം. കാരണം സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്നത് ഒത്തിരി കേൾസുള്ള ഹെയർ അല്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒത്തിരി കേൾസായിട്ട് ഇറങ്ങത്തുമില്ല. അതുപോലെ 6 മാസമോ 1 വർഷമൊക്കെ ആകുമ്പോൾ ഇത് റൂട്ട് ടച്ച് ചെയ്താലും മതിയാവും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ഷീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിന് അടൂരിന് ഇടയ്ക്കാണ് ചാരമൂട്ടിലാണ് ഞാൻ ചൊവ്വ മുതൽ ശനി വരെ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.